അല്ല നോക്കൂ, ഇപ്പോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാകാതെയല്ല ഞാൻ നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആരായിരിക്കും എപ്പോഴായിരിക്കും പ്രസിഡന്റ് എന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അതുവരെ ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട. നമ്മളെല്ലാവരും ചേർന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ കത്തി കണ്ടുപിടിക്കാൻ പോയ ആളുകളാണ്. നിങ്ങൾക്കറിയാഞ്ഞിട്ടല്ലോ ഏത് വഴിയിലൂടെയാണ് മയക്കുമരുന്ന് വരുന്നത്, ആരാണ് ഈ മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നത്, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, എവിടെയെല്ലാമാണ് ഇത് എത്തിയിട്ടുള്ളത്, ഏതെല്ലാം കുട്ടികളെ ലഹരി മരുന്നിന് അടിമകളാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾ മുന്നിലുണ്ടാകും. നിങ്ങൾ കൂടി കൈ തന്നാൽ ഈ കേരളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ആരേത് കസേരയിൽ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പോരാട്ടം നടത്തണം. അതായിരിക്കണം ഒന്നാമത്തെ കാര്യം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പത്മകുമാറിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമോ? അല്ല നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ 3 മണ്ഡലം തലത്തിലുള്ള നേതാക്കന്മാർക്ക് ഷാലിട്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ BJPയിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അവരുടെ കീഴ്വഴക്കങ്ങളും അവരുടെ ചിന്താഗതികളിലും മാറ്റമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ.